അറിയാൻ ശ്രമിക്കണം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കേരളത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ പേരും ഉദ്യോഗവും പറയൂ. എന്റെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. ഞാൻ തത്വശാസ്ത്രം എന്ന വിഷയത്തിലായിരുന്നു ഉപരിപഠനം നടത്തിയത്. നിങ്ങളുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്റേത്. ശാസ്ത്രീയമായത് എന്ന പദം അമിതമായി പ്രയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. എല്ലാ ആത്മീയ ഗുരുക്കന്മാരും ആ പദം ധാരാളമായി ഉപയോഗിക്കുന്നു. ശ്രീ രവിശങ്കർ പറയുന്നത് അദ്ദേഹത്തിന്റെ സംഘടന വളരെ ശാസ്ത്രീയമായി പഠനം നടത്തുന്ന ഒരു സംഘടനയാണെന്നാണ്. ബാബ രാംദേവും വളരെ ശാസ്ത്രീയമായത് എന്ന പദം ഉപയോഗിക്കുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇവിടെ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ നടക്കുകയുണ്ടായി. ശാസ്ത്രീയമായി വളരെയധികം പൊരുത്തമുണ്ടെന്നാണ് അവരും പറയുന്നത്. ഇത് മതത്തിനെതിരെയുള്ള ശാസ്ത്രത്തിന്റെ വിജയമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം മതത്തിന്റെ ആളുകൾ മതത്തെ ന്യായീകരിക്കുവാനായി നിരന്തരം ശാസ്ത്രത്തിന്റെ പിറകെ പോകുന്നു. ഇത് മതത്തിനെതിരെയുള്ള ശാസ്ത്രത്തിന്റെ ഒരു വിജയമല്ലേ? സഹോദരൻ രാഹുൽ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്റെ പ്രസംഗത്തിൽ ഉടനീളം ശാസ്ത്രീയമായത് എന്നൊരു പ്രയോഗം ഞാൻ പറഞ്ഞതായി അദ്ദേഹം കേട്ടു. ബാബ രാംദേവും ശാസ്ത്രീയമെന്ന് പറയുന്നു, ശ്രീ രവിശങ്കറും ശാസ്ത്രീയമെന്ന് പറയുന്നു. ഇത് മതത്തിനെതിരെയുള്ള ശാസ്ത്രത്തിന്റെ വിജയമായി തോന്നുന്നില്ലേ? ഭാഗികമായി വിയോജിക്കുന്നു. എന്റെ പ്രഭാഷണത്തിന്റെ ആദ്യഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രന്ഥം ദൈവത്തിന്റേതാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് കാലത്തിന്റെ പരീക്ഷണം വിജയിക്കേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മുമ്പ് അത്ഭുതങ്ങളുടെ കാലമായിരുന്നു. ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമായിരുന്നു. പിന്നീട് സാഹിത്യത്തിന്റെയും കവിതയുടെയും കാലം വന്നു. ഈ ഭൂമുഖത്തുള്ളതിൽ വെച്ചുള്ള ഏറ്റവും നല്ല അറബി സാഹിത്യ കൃതിയാണ് ഖുർആൻ എന്നത് മുസ്ലിം അമുസ്ലിം അറബി പണ്ഡിതന്മാർ ഒരുപോലെ അംഗീകരിക്കുന്ന വിഷയമാണ്. ഇന്ന് ശാസ്ത്രത്തിന്റെ യുഗമാണ്. ഖുർആനിനെ ശാസ്ത്രവുമായി താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും മികച്ചത് തന്നെയാണെന്ന് മനസ്സിലാകും. നാളെ ജനങ്ങൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കില്ലായിരിക്കാം. വളരെ കാവ്യാത്മകമായ രീതിയിൽ ഭൂമി പരന്നതാണ് എന്ന് ഏതെങ്കിലും മതഗ്രന്ഥം പറയുന്നുവെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? കാരണം ഇന്ന് കവിതയുടെ യുഗമല്ല. എന്നിരുന്നാലും ഖുർആൻ കവിതാത്മകമാണ്, അത്ഭുതകരമാണ്, ശാസ്ത്രീയവുമാണ്. നാളെ മറ്റെന്തെങ്കിലും യുഗമായിരിക്കാം. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരട്ടെ. തന്റെ മതം ശാസ്ത്രീയമാണെന്ന് ബാബ രാംദേവ് പറയുന്നു. വില്യം കാമ്പൽ എന്ന മെഡിക്കൽ ഡോക്ടറുമായി ഞാൻ ഒരു സംവാദം നടത്തുകയും ബിരുദാനന്തര ബിരുദമെടുത്തയാളാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ബൈബിൾ ശാസ്ത്രീയമാണെന്നാണ്. മറ്റ് മതങ്ങളെ വിമർശിക്കാൻ ഇഷ്ടപ്പെടുന്നയാളല്ല ഞാൻ. ഖുർആനിൽ 35-ൽ കൂടുതൽ ശാസ്ത്രീയ പിഴവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അദ്ദേഹം ആ ഗ്രന്ഥം വിതരണം ചെയ്യുകയും അതിൽ പ്രശസ്തനാവുകയും ചെയ്തു. അതിന് മറുപടിയൊന്നും ഉണ്ടായില്ല. ഞാൻ 2000-ൽ ചിക്കാഗോയിൽ പോയി ഏപ്രിൽ 1-ന് ഞങ്ങൾ തമ്മിൽ ഒരു സംവാദം നടത്തുകയുണ്ടായി. ഖുർആനും ബൈബിളും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ എന്ന വിഷയത്തിൽ സംവാദം നടത്തി. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ പറയട്ടെ, അദ്ദേഹത്തിന്റെ എല്ലാ ആരോപണങ്ങൾക്കും ഞാൻ മറുപടി പറയുകയുണ്ടായി. ബൈബിളിൽ 100-ൽ കൂടുതൽ 1000-ൽ കൂടുതൽ പിഴവുകളുണ്ട്. പക്ഷെ ഞാൻ 38 എണ്ണം ചൂണ്ടിക്കാണിച്ചപ്പോൾ അവയിൽ ഒന്നിന് പോലും മറുപടി പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പക്ഷെ പ്രശ്നമെന്നത്, ഒരു സംവാദം നടത്തുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ മതം എത്രമാത്രം ശാസ്ത്രീയമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. ബൈബിളിൽ 10 ശാസ്ത്രീയ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് അതൊരു യഥാർത്ഥ ഗ്രന്ഥമാകണമെന്നില്ല. നിങ്ങൾ മൊത്തത്തിൽ വിലയിരുത്തുക. ഒരു അശാസ്ത്രീയമായ പരാമർശമാണ് ബൈബിളിൽ പറയുന്നത് എങ്കിലും അക്കാരണം കൊണ്ട് തന്നെ അത് ദൈവത്തിന്റെ വേദഗ്രന്ഥമാവില്ല. അതുകൊണ്ടാണ് സഹോദര ഞാൻ വെല്ലുവിളിക്കുന്നത്, ഖുർആനിൽ നിന്നും ഒരു കാര്യമെങ്കിലും അശാസ്ത്രീയമായ വസ്തുതയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും അനുമാനത്തെയല്ല. ആർക്കെങ്കിലും ഖുർആനിലെ ഒരു വചനമെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ട ശാസ്ത്രത്തിന് എതിരാണെന്ന് തെളിയിക്കാമോ? അത് സിദ്ധാന്തങ്ങൾക്കെതിരാകാം. ഡാർവിന്റെ സിദ്ധാന്തത്തിനെതിരാകാം, പ്രശ്നമില്ല. കാരണം അതൊരു സിദ്ധാന്തമാണ്, വസ്തുതയല്ല. ഈ പരീക്ഷണം മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിങ്ങൾ പ്രയോഗിച്ചു നോക്കിയാൽ, ഖുർആനും ആധുനിക ശാസ്ത്രവും എന്ന വിഷയത്തിലാണല്ലോ ഞാൻ പ്രഭാഷണം നടത്തിയത്. ബൈബിളും അതിലെ അശാസ്ത്രീയ പരാമർശങ്ങളും എന്ന വിഷയത്തിൽ ഇതിലും വലിയ പ്രഭാഷണം നടത്തുവാൻ എനിക്ക് സാധിക്കും. ഞാൻ വിമർശിക്കുവാനല്ല ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ വേദങ്ങളിലെ അശാസ്ത്രീയ പരാമർശങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു പ്രഭാഷണം നടത്തുവാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാ ആത്മീയ ഗുരുക്കന്മാരെയും വെല്ലുവിളിക്കുന്നു. അത് വില്യം കാമ്പൽ ആകട്ടെ, ബെനിഹിൻ ആകട്ടെ, ബില്ലി ഗ്രഹാം ആകട്ടെ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുക. വേദങ്ങളിൽ പറയുന്ന അശാസ്ത്രീയ പരാമർശങ്ങളെ സംബന്ധിച്ച് എനിക്കൊരു പ്രഭാഷണം നടത്തുവാൻ സാധിക്കും. പക്ഷെ ഞാനത് ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. വേദങ്ങളിൽ ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യൻ കറങ്ങുന്നതെന്ന് പറയുന്നു. ഇത് യജുർവേദത്തിലാണ് പറയുന്നത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഹൈന്ദവ പണ്ഡിതന്മാരോടാണ് ചോദിക്കേണ്ടത്, വേദത്തിലെ ഈ വചനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് ചോദിക്കുക. അതിനർത്ഥം വേദത്തിലെ ഒരു വചനം പോലും ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നില്ല എന്നല്ല. 1000 വചനങ്ങളുണ്ടെങ്കിൽ 50% ശാസ്ത്രീയവും 50% അശാസ്ത്രീയവുമാണെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ അതിൽ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ശാസ്ത്രം എന്ന പരീക്ഷണത്തിൽ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ശാസ്ത്രത്തിന് സത്യമോ അസത്യമോ എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത, അതായത് അർത്ഥം വ്യക്തമല്ലാത്ത ചില തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം. ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. കാരണം ശാസ്ത്രം അത്രത്തോളം വികസിച്ചിട്ടില്ല. എല്ലാ മതഗ്രന്ഥങ്ങളും ശാസ്ത്രീയമായ പരീക്ഷണത്തിന് വിധേയമാക്കിയാൽ ഖുർആൻ ഒഴിച്ചുള്ള മറ്റ് 100% മതഗ്രന്ഥങ്ങളും പരാജയപ്പെട്ടു പോകുന്നു. ഇത് ഞാനാണ് പറയുന്നത്.
കാരണം മതങ്ങൾ തമ്മിൽ താരതമ്യ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അതുകൊണ്ട് മതങ്ങളെ ശാസ്ത്രം എന്ന പരീക്ഷണത്തിന് വിധേയമാക്കി. അതുകൊണ്ട് മറ്റ് മതഗ്രന്ഥങ്ങളിൽ ശാസ്ത്രീയ പരാമർശങ്ങളില്ലെന്നല്ല, അവയിലുമുണ്ട്. പക്ഷേ അവയൊരു മിശ്രിതമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബൈബിളിൽ നിരവധി ശാസ്ത്രീയമായ വസ്തുതകൾ ഉണ്ട്. ശാസ്ത്രത്തോട് യോജിക്കുന്ന ഭാഗങ്ങൾ ഒരുപക്ഷെ ദൈവത്തിന്റെ വചനങ്ങളാകാം. ശാസ്ത്രത്തോട് യോജിക്കാത്തത് വ്യാജമായിരിക്കാം, കൂട്ടിച്ചേർത്തതോ കെട്ടിച്ചമച്ചതോ ആകാം. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഖുർആനിലെ അധ്യായം 13:38 അള്ളാഹു ഇപ്രകാരം പറയുന്നു: ഓരോ കാലാവധിക്കും ഓരോ ഗ്രന്ഥമുണ്ട്. പക്ഷെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത് 4 ഗ്രന്ഥങ്ങളുടേത് മാത്രമാണ്: തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഖുർആൻ. മോശയ്ക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് തൗറാത്ത്. യേശുവിന് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഇൻജീൽ. ദാവീദിന് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് സബൂർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ. പക്ഷെ മുൻപുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ അവ നിരവധി ഉണ്ടായിരുന്നു. 1,24,000 ദൂതന്മാരിൽ 25 പേരുടെ പേര് മാത്രമാണ് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി വേദഗ്രന്ഥങ്ങൾ മുമ്പുണ്ടായിരുന്നുവെന്നാണ് ഖുർആനിൽ പറയുന്നത്. പക്ഷെ 4 എണ്ണത്തിന്റെ പേര് മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ജനതയ്ക്കായി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രവുമായി അവതരിച്ചതാണ്. ഇസ്രായേൽ സന്തതികൾക്ക് മാത്രമായി അവതരിച്ചതാണ് ഇൻജീൽ. അത് ലോകർക്ക് മുഴുവനായി അവതരിപ്പിക്കപ്പെട്ടതല്ല. സർവശക്തനായ ദൈവം ആ ഗ്രന്ഥം കാത്തു സൂക്ഷിക്കപ്പെടുവാൻ യോഗ്യമായി കരുതിയില്ല. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും മുൻ വേദഗ്രന്ഥങ്ങളുടെയും സന്ദേശങ്ങൾ അക്കാലഘട്ടത്തിലേക്കും അതാത് ജനതയ്ക്ക് വേണ്ടിയും മാത്രമുള്ളതായതുകൊണ്ട് അവ സംരക്ഷിക്കപ്പെടുവാൻ യോഗ്യമായി സർവശക്തനായ ദൈവത്തിന് തോന്നിയില്ല. പക്ഷെ അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആൻ മുസ്ലിങ്ങൾക്കും അറബികൾക്കുമായി മാത്രമുള്ളതല്ല, അത് മാനവരാശിക്ക് മുഴുവനായുള്ളതാണ്. ആണിലെ അധ്യായം 14:1, 14:54, 2:185, 39:41 തീർച്ചയായും നാം മനുഷ്യർക്ക് വേണ്ടി സത്യപ്രകാരമുള്ള വേദഗ്രന്ഥം നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു. അത് മനുഷ്യർക്കാകമാനമായും അനശ്വരതയ്ക്കായും ഉദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സർവശക്തനായ അള്ളാഹു അതിനെ കാത്ത് സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഒരു ശാസ്ത്രീയ തെറ്റ് പോലും കാണുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പക്ഷെ മറ്റ് മതഗ്രന്ഥങ്ങൾ ദൈവത്തിന്റെ വേദഗ്രന്ഥങ്ങളായിരുന്നിരിക്കാം, എങ്കിലും അവ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് മനുഷ്യർക്കാകമാനമായി അവതരിപ്പിക്കപ്പെട്ടതല്ലാത്തതുകൊണ്ട് തന്നെ അവ സംരക്ഷിക്കപ്പെടുവാൻ യോഗ്യമായി ദൈവത്തിന് തോന്നിയില്ല. അവ ഇന്ന് പിൻപറ്റുവാനായി ഉദ്ദേശിക്കപ്പെട്ടതല്ല. അതാണ് ഖുർആനും മറ്റ് ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും, മോശ, യേശു, ആദം, എബ്രഹാം, ഇവരിൽ എല്ലാവരിലും സമാധാനം ഉണ്ടാകട്ടെ, ഇവരെല്ലാം അക്കാലത്തെ ജനങ്ങൾക്കായും ആ കാലഘട്ടത്തിലേക്ക് മാത്രമായും ഉദ്ദേശിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ അവരെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഇന്ന് നമ്മൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിൻപറ്റേണ്ടത്. അതുപോലെ അന്തിമ വേദഗ്രന്ഥമായ ഖുർആനിനെയും പിൻപറ്റണം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹത്തരം എന്ന് കണക്കാക്കേണ്ടത് ശാസ്ത്രത്തെയല്ല, മറിച്ച് യഥാർത്ഥ മതം പ്രബോധനം ചെയ്യുന്ന ഖുർആനിനെയാണ്. എന്തുകൊണ്ട്? കാരണം ഖുർആൻ എന്നത് അത്ഭുതകരമായ ഗ്രന്ഥവും ഏറ്റവും മികച്ച അറബി സാഹിത്യകൃതിയുമാണ്. ശാസ്ത്രത്തോടും അത് യോജിക്കുന്നു. ഒരുപക്ഷെ നാളെ ജെറ്റ് യുഗമായിരിക്കും. നാളെ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തുമായിക്കോട്ടെ, ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അത് തന്നെ സ്വയം അതിനെ തെളിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ മതമില്ലാത്ത ശാസ്ത്രം അതൃപ്തികരവും ശാസ്ത്രമില്ലാത്ത മതം അന്ധവുമാണ് എന്ന് പറഞ്ഞത്.